ബൈബിൾ പ്രഘോഷിക്കാൻ ഇറങ്ങുന്നവർക്കൊരു മുന്നറിയിപ്പാണ് ഈ വാർത്ത. വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, പാസ്റ്റർമാരുണ്ട്, വിവാഹം കഴിക്കാവുന്നവരുണ്ട്, കഴിക്കാൻ പാടില്ലാതെ ഏകസ്ഥരായിരിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത് ബൈബിളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹത്തിന് ഇടർച്ചയുണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്വവും ഇവർക്കുണ്ട്. ഇതാ ഇവിടെ ബൈബിൾ പ്രഘോഷിക്കാൻ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്, പാസ്റ്ററാണ്. പക്ഷെ അറസ്റ്റിലായി. കാരണം ഇതാണ്: ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പുസ്തകം എഴുതിയ ഇദ്ദേഹത്തിന് ഒന്നിലധികം ഭാര്യമാരുണ്ട് എന്ന പരാതിയിലാണ് അറസ്റ്റിലാവുന്നത്. ദി വില്ലേജ് എന്ന റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റിക്ക് നേതൃത്വം നൽകുന്ന 62-കാരനായ ലെസ്ലി വില്യംസ് ആണ് അറസ്റ്റിലായത്. സംഭവം ജോർജിയയിലാണ്. റോക്ക്ഡേൽ കൗണ്ടി ഷെരീഫ് ഓഫീസ് പുറപ്പെടുവിച്ച വാറന്റിനെ തുടർന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച സംതർ കൗണ്ടി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. നിലവിൽ ബോണ്ടില്ലാതെ തടവിൽ കഴിയുന്ന ഇയാളെ ഉടൻ തന്നെ ജോർജിയയ്ക്ക് കൈമാറും. ലെസ്ലി എന്ന ഈ പാസ്റ്റർ വിവാഹിതനായിരുന്നു എന്നതാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ഡിസംബറിൽ താൻ സിൻഡി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചതായി ഇയാൾ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. തന്റെ പുതിയ ഭാര്യയെ പുകഴ്ത്തിക്കൊണ്ട് അവൾ ദൈവികമായി ലഭിച്ച ഒരത്ഭുതമാണ് എന്നൊക്കെ ലെസ്ലി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ എങ്ങനെ ആഴത്തിൽ സ്നേഹിക്കണമെന്നും ദാമ്പത്യബന്ധം തകർക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നുമൊക്കെ അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതി. ബൈബിൾ തത്വങ്ങൾക്കനുസരിച്ച് ദാമ്പത്യം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നു. അന്ത്യകാലത്തിനായി നിങ്ങളെ ഒരുക്കുന്നു എന്ന മുദ്രാവാക്യവുമായി ലെസ്ലി വില്യംസ് മിനിസ്ട്രീസ് എന്ന സ്ഥാപനം ഇയാൾ നടത്തിവരികയായിരുന്നു. തന്നെ ദൈവവചനത്തിന്റെ അധ്യാപകനായിട്ടാണ് ഇയാൾ വിശേഷിപ്പിച്ചിരുന്നത്. ഏതായാലും തന്റെ പുസ്തകത്തിലൂടെ ദാമ്പത്യത്തിന്റെ പവിത്രതയെക്കുറിച്ച് ക്ലാസ് എടുത്തിരുന്ന പാസ്റ്റർ ഒന്നിലധികം വിവാഹം കഴിച്ചു എന്ന പേരിൽ നിയമ നടപടി നേരിടുന്നു എന്നത് വലിയ വാർത്തയായിരിക്കുന്നു. പാസ്റ്റർമാർ മാത്രമല്ല, വൈദികരുമൊക്കെ ഇത്തരത്തിൽ പൊതുജന മധ്യത്തിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവരൊക്കെ മറന്നു പോകുന്ന ഒന്നുണ്ട്: തങ്ങളുടെ ദുർനടപ്പിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി ഇവർ ചെയ്തു വെക്കുന്നതൊക്കെ വിശ്വാസ സമൂഹത്തിന് ഉതപ്പിനും ഇടർച്ചയ്ക്കും കാരണമാകുന്നു എന്ന്.